ഡാഡി എന്താ മോളെ? ബാബുട്ടിന് ഇപ്പൊ ഉറങ്ങിക്കാണോ? അവൻ എപ്പോഴേ ഉറങ്ങിക്കാണും. നമുക്ക് ഉറങ്ങണ്ടേ? മോള് കണ്ണടച്ച് കിടന്നു. ചിത്തിരക്കാട്ടിലൊരായിരം കിങ്ങിണിപ്പൂ താഴ്വരയിൽ ചങ്ങാലിപ്പെണ്ണിരുന്നൊറ്റയ്ക്കു പാടുന്നു. അങ്ങകലെ ഇണയെ തേടുന്നു. അങ്ങകലെ ഇണയെ തേടുന്നു. ഇല്ലിലംപൂ ഇത്തിരിപ്പൂ ചിത്തിരക്കാട്ടിലൊരായിരം കിങ്ങിണിപ്പൂ പൂതിരും താഴ്വരയിൽ ചങ്ങാലിപ്പെണ്ണിരുന്നൊറ്റയ്ക്ക് പാടുന്നു. അങ്ങകലെ ഇണയെ തേടുന്നു. അങ്ങകലെ ഇണയെ തേടുന്നു. എന്താ മോളെ? കാര്യം പറ. എന്തിനാ കരയുന്നത്? അതെന്തിന്? മോളെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ മോളെ ഇട്ടിട്ട് മമ്മി ജോലിക്ക് പോയത്? വേണ്ട, കാണണ്ട. നാളെ നേരം വെളുത്തിട്ട് മോക്കും ഡാഡിക്കും കൂടെ പോയി 5-6 പുതിയ ഉടുപ്പ് വാങ്ങിക്കണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നാശം. മോങ്ങാതിരിക്കും. നേരം വിളിക്കട്ടെ. മോങ്ങണ്ട. ഇപ്പൊ കൊണ്ടാക്കിയേക്കാം.
മോളെ എടുത്തോണ്ട് പോയത്. വിളിച്ച് മോളെ എന്റെ കൈ താ. നീ ഇത്ര ഹൃദയമില്ലാത്തവളാണോ വാസന്തി? ഈ കുഞ്ഞടുത്തില്ലാതെ നീ എങ്ങനെ കിടന്നുറങ്ങുന്നു? ശരി, നീ ഉറങ്ങിക്കോളൂ. നിന്നെ ശല്യപ്പെടുത്താൻ ഇനി ഒരിക്കലും ഈ കുഞ്ഞ് വരില്ല. ഇന്നലെ രാത്രി നമ്മൾ വീട്ടിൽ ചെന്നത് മോൾ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഡാഡി വിളിച്ചിട്ട് ലൈറ്റും ഇട്ടില്ല, കതവും തുറന്നില്ല. ആരാ കഥ കടിച്ചത്? മോളുടെ മമ്മി. അല്ലാതാര്? ഡാഡി വിളിച്ചില്ലേ? പിന്നെ വിളിക്കാണ്ടിരിക്കുവോ? വിളിച്ചപ്പോ നിന്റെ മമ്മി എന്താ പറഞ്ഞെന്നറിയോ? പിണങ്ങിപ്പോയതല്ലേ, നാണമില്ലാതെ എന്തിനാ തിരിച്ചു വന്നത്, വേഗം പൊക്കോളാൻ. അപ്പൊ ഡാഡി പറഞ്ഞു, എന്റെ ബിന്ദു മോൾ ഉറങ്ങിപ്പോയി, അവളെ ഞാനിവിടെ കിടത്തിയിട്ട് പൊക്കോളാന്ന്. പറ്റില്ല, എന്നെ വേണ്ടെന്നിട്ടല്ലേ അവള് ഡാഡിയുടെ കൂടെ പോയത്. എനിക്ക് അവളെ വേണ്ടാന്ന്. ബാബുവേട്ടൻ ഒന്നും പറഞ്ഞില്ലേ? അവൻ പാവം ഉറങ്ങിപ്പോയില്ലേ. മോള് പറ, മോളെ വേണ്ടെന്ന് പറഞ്ഞ മമ്മിയെ മോക്കിന് വേണോ? പാതിരാത്രി വീട്ടിലൊന്ന് കിടത്താൻ പോലും സമ്മതിക്കാത്ത ആ മമ്മിയെ മോക്കിന് വേണോ? വേണ്ട. വെരി ഗുഡ്. മോക്ക് ഡാഡി ഉണ്ട്. ഡാഡിക്ക് മോക്കും കൂടെ ഇവിടെ താമസിക്കാം. അപ്പോ ഞാനെങ്ങനെ സ്കൂളിൽ പോവും? ആ, അതിന് ഒരു വഴിയുണ്ട്. മോളെ സ്കൂളിലെ ബോർഡിങ് ചേർക്കാം. ഡാഡിക്ക് എപ്പോഴും വന്ന് കാണാം. ഒഴിവുള്ള ദിവസങ്ങളിൽ മോക്കും ഡാഡിക്കും കൂടി ഇങ്ങോട്ട് പോരാം. സമ്മതിച്ചോ? സമ്മതിച്ചു. മിടുക്കി. നീയാണ് ഡാഡിയുടെ മോള്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് കുട്ടിക്ക് മാർക്ക് കുറവായിരുന്നതുകൊണ്ട് അച്ഛൻ എന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു. ഇനിയെങ്കിലും ശരിക്കും പഠിക്കണം, മനസ്സിലായോ? സിസ്റ്റർ. പോയിക്കോളൂ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. വരും. ബിന്ദു ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? അപ്പോൾ പിന്നെ ബോർഡിംഗ് ചേർക്കുന്ന കാര്യത്തിൽ തടസ്സമൊന്നുമില്ല. എന്നാലും ഒരു സംശയം, കുട്ടി ഇതുവരെ വീട്ടിലല്ലായിരുന്നു? അതെ. പിന്നെ ഇപ്പോഴെന്താ ബോർഡിംഗ് ചേർക്കുന്നത്? അത് ബിന്ദു കൊച്ചുകുട്ടിയല്ലേ? ഞങ്ങളോടൊന്ന് ഇവിടെ കഴിയുമ്പോൾ കുട്ടിയുടെ മാനസിക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ചോദിക്കുന്നതാ. ബുദ്ധിമുട്ട് തോന്നരുത്. ബുദ്ധിമുട്ടൊന്നുമില്ല സിസ്റ്റർ. ഞാനും എന്റെ ഭാര്യയും യോജിപ്പിലല്ല, അതാണ് കാര്യം. പാവം കുട്ടി. അച്ഛനും അമ്മയ്ക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ കുഞ്ഞെന്ത് ചെയ്യും? പ്രായമായവർക്ക് അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ.
ശരി, വീട്ടിൽ ഞങ്ങൾ ഏറ്റിരിക്കുന്നു. സിസ്റ്റർ, ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൂടിയുണ്ട്. എന്താ? ഇത്രയും വേണോ? വേണം സിസ്റ്റർ, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും പ്രത്യേകം പ്രസ്റ്റീജോ?